السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മത്സരാർത്ഥികളെ, മറ്റു സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് 3 ദിവസമായി ജാമിഅ അൽ ഹിന്ദിൽ വെച്ച് നടക്കുന്ന അൽ മഹാറയുടെ 4ാമത് ഫൈനൽ മത്സരങ്ങളുടെ സമാപന വേദിയിലാണ് നമ്മളെല്ലാവരും സന്നിഹിതരായിരിക്കുന്നത്. 1000-ലധികം ആളുകൾ വിവിധ മത്സരങ്ങളിലായി രജിസ്റ്റർ ചെയ്ത് ഓൺലൈനായി സംഘടിപ്പിക്കപ്പെട്ട ആദ്യഘട്ട മത്സരങ്ങൾക്കു ശേഷം കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ജാമിഅയിൽ വെച്ച് നടന്ന 8 വിവിധ മത്സരങ്ങളുടെ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളിൽ 200ഓളം ആളുകളാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നത്. ആ ഒരു പ്രോഗ്രാമിൻ്റെ സമാപന സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. ഇന്ന് ഈ ഒരു സദസ്സിൽ അവസാനം നടന്ന 30 ജുസ് ഖുർആൻ പാരായണ മത്സരത്തിൻ്റെയും അറബി ഉപന്യാസ രചനയുടെയും ഫലങ്ങൾ പ്രഖ്യാപിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നടന്ന മത്സരങ്ങളുടെ സമ്മാനദാനമുണ്ട്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഇനിയൊരു സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റായ PN അബ്ദുൽ ലത്തീഫ് മദനി ഉസ്താദാണ്. അതുപോലെ ഈ സദസ്സിൽ സംസാരിക്കുന്നത് കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഉസ്താദ്, ഫൈസൽ മൗലവി ഉസ്താദ്, അതുപോലെ TK അഷ്റഫ് സാഹിബ്, അബ്ദുൽ മാലിക് സലഫി ഉസ്താദ്, നസീഫ് മുഹമ്മദ് ഷമീൽ തുടങ്ങിയവരാണ്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ ഒരു സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സംഗമത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കാൻ വേണ്ടി അൽ മഹാറയുടെ ജനറൽ കൺവീനർ ഷുറൈ സൽഫിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അയ്യുഹ സാദത്തുൽ കിറാം, അഅ്ളാ ലജ്നത്തി തഹ്കീം, المتسابقون والمتسابقات، السلام عليكم ورحمة الله وبركاته. تم بحمد الله وتوفيقه وامتنانه التصفية النهائية لمسابقة المهارة بدورتها الرابعة التي أقيمت في رحاب جامعة الهند الإسلامية. وكما تعلمون أنتم فإن مسابقة المهارة تشمل مجموعة من المسابقات القرآنية والعلمية والأدبية، ويهدف إلى تعزيز ارتباط الناشئة بالقرآن الكريم وتنمية المهارات والقدرات لدى أبناء المسلمين في الهند، وخاصة غير الناطقين باللغة العربية. ولا شك أن هذه الجهود المباركة تأتي امتدادا لعناية حكومة المملكة العربية السعودية رعاها الله بالمسلمين في مختلف بقاع الأرض، وهي جهود مشكورة فجزاهم الله خير الجزاء.
وبهذه المناسبة تتقدم إدارة الجامعة الهند الإسلامية برفع أسمى آيات الشكر والامتنان لوزارة الشؤون الإسلامية والدعوة والإرشاد، على رأسها معالي الشيخ الدكتور عبد اللطيف بن عبد العزيز آل الشيخ حفظه الله، على دعمهم ورعايتهم وثقتهم الكريمة لتنفيذ هذه المسابقة للمرة الرابعة، ولله الحمد والمنة. وكما نشكر فضيلة الملحق الديني بسفارة خادم الحرمين الشريفين بنيودلهي الشيخ بدر بن ناصر العنزي حفظه الله على متابعته وحرصه الدائم وتوجيهاته المباركة، فجزاه الله خير الجزاء، سائلين المولى عز وجل أن يحفظ بلاد الحرمين الشريفين أمنها وأمانها وعزها واستقرارها، وكما نسأله أن يجزي خادم الحرمين الشريفين الملك سلمان بن عبد العزيز وولي عهده الأمين صاحب السمو ملك الأمير محمد بن سلمان بن عبد العزيز على جهودهما في نشر الخير والسلام في جميع أنحاء العالم. وسيتم تكريم الفائزين من قبل فضيلة الرئيس الجامعة الشيخ عبد اللطيف بن محمد المدني، ويرافقه فضيلة مدير الجامعة الشيخ فيصل بن أحمد، وأعضاء مجلس إدارة الجامعة وجمعية الحكمة الإسلامية. نسأل الله أن يجعل هذا العمل خالصا لوجه الله الكريم وأن يتقبل منا ومنكم. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ സൗദി മതകാര്യ മന്ത്രാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സൗദി എംബസിയുടെ മേൽനോട്ടത്തിൽ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 4ാമത് അൽമഹാറ ഖുർആൻ അറബി സാഹിത്യ വൈജ്ഞാനിക മത്സരങ്ങളുടെ സമാപനത്തിലാണ് നമ്മളുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണവും അതേപോലെ തന്നെ അറബി ഭാഷ വ്യാപനവും എല്ലാമാണ് ഈ മത്സരത്തിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് ജാമിയയും അതേപോലെ തന്നെ ജാമിയയുടെ സംഘാടകരും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എംബസിയുടെ മേൽനോട്ടത്തോടു കൂടിയ 4ാമത്തെ പ്രാവശ്യമാണ് നമുക്ക് ഈ ഒരു മഹത്തായ മത്സരം കേരളത്തിലും അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം ഏറെക്കുറെ നമുക്ക് സംഘടിപ്പിക്കാനും 1000-ലധികം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്ര ബൃഹത്തായ ഒരു മത്സരം ഭംഗിയോടുകൂടിയും ചിട്ടയോടുകൂടിയും സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം ഈ പറയപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്നും 1000-ലധികം വിദ്യാർത്ഥികൾ 1ാം ഘട്ടവും 2ാം ഘട്ടവും കഴിഞ്ഞ് ഈ 3 ദിവസങ്ങളിൽ, ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അവരുടെ കഴിവ് തെളിയിക്കാനായി ജാമിയയുടെ അങ്കണത്തിലെത്തുകയും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും വിശുദ്ധ ഖുർആൻ്റെ 30 ജുസ്, അതേപോലെ തന്നെ 15 ജുസ്, 3 ജുസ്, അറബി ലേഖനമെഴുത്ത്, അതേപോലെ തന്നെ അറബി ക്യൂസ്, അതേപോലെ തന്നെ ലോകത്ത് ഏറെ വിഖ്യാതമായിട്ടുള്ള അറബി ഭാഷ നഹ്വിൻ്റെ വ്യാകരണത്തിൻ്റെ ഗ്രന്ഥമായ അൽഫിയത്ത് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുള്ള കവിതയാണ്, അറബി വ്യാകരണ കവിതയാണ് അതിൻ്റെ ഹിഫ്ള് മത്സരവും. ഇതെല്ലാം കൂടി ഏകദേശം 200-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ പങ്കെടുക്കുകയും അവരുടെ കഴിവുകൾ തെളിയിക്കുകയും ചെയ്തു. 2 മാസങ്ങൾക്ക് മുമ്പാണ് മഹാറ പ്രഖ്യാപിച്ചത്. അതിനുശേഷം ജാമിയയുടെ വിദ്യാർത്ഥികൾ ഏകദേശം 300-ലധികം സ്ഥാപനങ്ങളിൽ, കേരളത്തിനകത്തും പുറത്തുമുള്ള 300-ലധികം സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, പള്ളി ദർസുകൾ, അതേപോലെ തന്നെ അറബിക് കോളേജുകൾ, അറബിക് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെയൊക്കെ സന്ദർശിക്കുകയും നേരിട്ട് നമ്മുടെ ബ്രോഷറും അതേപോലെ തന്നെ മഹാറയുടെ നിയമാവലികളും കൊടുത്ത് അവരെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു. ആ നിലക്കും അതേപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ നമ്മൾ പബ്ലിസിറ്റി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടും ഇത്രയധികം മത്സരാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഈ മാസം 1ാമത്തെ ഞായർ, അതേപോലെ തന്നെ ശനി ദിവസങ്ങളിൽ, അതേപോലെ 2ാം ശനി ഞായർ ദിവസങ്ങളിലും 1ാം ഘട്ടവും 2ാം ഘട്ടവും കഴിഞ്ഞാണ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വെള്ളി ശനി ഞായറുകളിലേക്ക് വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും ഇങ്ങോട്ട് ഒഴുകിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീഹിം. അതേപോലെ തന്നെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞ വെള്ളിയാഴ്ച 1ാമത്തെ ദിവസം നമ്മുടെ PV അബ്ദുൽ വഹാബ് സാഹിബ് രാജ്യസഭ MP അവർകൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമുക്ക് ജഡ്ജിമാരായി കിട്ടിയിട്ടുള്ളത് സൗദി അറേബ്യയിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്ത ഖിറാഅത്തുകളിൽ നിന്നും കഴിവ് തെളിയിച്ചിട്ടുള്ള വളരെ
പ്രശസ്തരായ ജഡ്ജിമാർ തന്നെ വിധികർത്താക്കളായി നമുക്ക് കിട്ടി എന്നുള്ളതും ഖുർആൻ മത്സരത്തിന് ഏറെ മികവുള്ളതാക്കി എന്നുള്ളത് ഇവിടെ ഈ മത്സരം വീക്ഷിച്ച ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഏതായിരുന്നാലും അവരുടെ കുട്ടികളുടെ പഠനത്തിനും അതേപോലെ തന്നെ പഠന നിലവാരം, ഹിഫ്ള് പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഈ ഒരു പ്രോഗ്രാം കുട്ടികൾക്കും അതേപോലെ തന്നെ സ്ഥാപന മേധാവികൾക്കും ഉസ്താദുമാർക്കൊക്കെ കണ്ണു തുറപ്പിക്കുന്ന ഒരുപാട് പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും ഉണ്ടാക്കുവാനും പഠന രീതിയിൽ എന്ത് മാറ്റം വരുത്തണം എന്നുള്ളതെല്ലാം ഇവിടെ ഓരോ മത്സരം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ജഡ്ജിമാർ, അതിൻ്റെ ക്യാപ്റ്റന്മാർ അവർ വിധി എഴുതിയതിന് ശേഷം അവർ പറയുന്ന അഭിപ്രായങ്ങളും കമൻറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായിരുന്നാലും കൂടുതൽ സംസാരിക്കുകയില്ല. ഈ ഒരു പ്രൗഢമായ ഈ ഒരു സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ജാമിയയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ ലത്തീഫ് മദനി അവരുകളെ ഏറെ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വിടവാങ്ങുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، نشكر الله ونحمده على إتمام هذه المسابقة العجيبة الكريمة المهارة بعد الفعاليات التي استطالت 3 أيام وتجاوزت خلال المراحل من الصغار والكبار والنساء والرجال، ولله الحمد. نحن نشكر الله أولا، ثم نشكر الدولة الكريمة الفخورة المملكة العربية السعودية، وأخص بالذكر خادم الحرمين الشريفين الملك سلمان ابن عبد العزيز ونجله محمد بن سلمان، ووزير الشؤون الإسلامية والدعوة والإرشاد فضيلة الشيخ عبد اللطيف آل الشيخ على اختيار هذه الجامعة لعقد هذه المسابقة للمرة الرابعة. ونشكر الملحق الديني بسفارة المملكة العربية السعودية وفضيلة الشيخ بدر ناصر العنزي، وهو سلمنا هذه المسؤولية وألقى على عاتقنا هذه المسؤولية، وتوكلنا على الله وعقدنا هذه المسابقة بهذه الصورة الجميلة وأتمنا هذه المسابقة. فأنا أهنئ كل من تسابق في هذه المسابقة وأخذ الجوائز. إن شاء الله كلكم تنتظرون إعلان النتائج للمسابقة اليوم، ووزعنا بعض الجوائز البارحة للبنات، وكذلك بعض من تسابق في المقالات. ولله الحمد أن هذا موضوع مشجع جدا لطلبة جامعة الهند الإسلامية وطالبات جامعة الهند الإسلامية، لأنهم يرون هذه المسابقة. وأنا سمعت بعض القراءات أثناء المسابقة وتعجبت جدا، لأن المتسابق يتلون القرآن كما يسيل الماء من الإبريق، ليس في قراءته أي موانع، ما شاء الله. هذا بأسلوب عجيب، ويتراعون قواعد التجويد في قراءتهم، وكل هذه يشجع الطلبة الذين يتعلمون في هذه الكلية، وكذلك جميع الطلبة الذين يتعلمون في مجال الدين في ولاية كيرلا والولايات المجاورة. ونشكركم وبارك الله في جهودكم. സഹോദരന്മാരെ, നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരവസരമാണ്. മഹത്തായ ഒരു മത്സരം സമാപിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ സമ്മാനങ്ങൾ നൽകുന്നതിനുള്ള ഒരു യോഗമാണിത്. നമുക്കറിയാം, ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ അതിൻ്റെ
ഉയരങ്ങളിലൂടെ തന്നെ അത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം വിദ്യാർത്ഥികൾ ഇവിടുന്ന് പഠിച്ചു പുറത്തിറങ്ങി, ഹിക്കമികൾ. നിങ്ങളിവിടെ കാണുന്ന മുഴുവൻ പ്രധാനപ്പെട്ട ഇതിൻ്റെ മസൂലിയങ്ങളായി ഇവിടെ പ്രവർത്തിച്ചവരൊക്കെ ഹിക്കമികളാണ്. അവരെ പഠിപ്പിച്ച അധ്യാപകരാണ് അവരുടെ കൂടെ ഇതിന് നേതൃത്വം കൊടുത്തത്. ഇവിടെ മാത്രമല്ല, വിദേശ നാടുകളിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലുമൊക്കെ നമ്മുടെ കുട്ടികൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അത് ഞങ്ങൾക്കതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടുള്ള നസീഹത്ത്, നിങ്ങൾ ഇതൊക്കെ കണ്ട്, ഈ മാതൃകാപരമായ പ്രവർത്തനം കണ്ട് നിങ്ങളുടെ പഠനം വളരെ മെച്ചപ്പെടുത്തണം. സാഹചര്യങ്ങൾ വളരെ മോശമാണ്. ഞാനൊരു മതവിശ്വാസിയാണ് എന്ന് പറയാൻ, സധൈര്യം പറയാൻ അനുവദിക്കുകയില്ല എന്ന ശാഠ്യക്കാർ ഓരോ രംഗത്തും പല വിധത്തിലുള്ള ഓലപ്പാമ്പുകളുമായി രംഗത്ത് വരികയാണ്. മീഡിയകളിലൂടെ, പത്രങ്ങളിലൂടെ, പല രൂപത്തിലും. അതിനൊക്കെ പല രൂപത്തിലുള്ള സാംസ്കാരിക നായകന്മാരുടെയും ഒക്കെ പിന്തുണയുണ്ട്. തോന്നിയവാസങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആളുകൾ ചുക്കാൻ പിടിക്കാനും കൊടി പിടിക്കാനുമുണ്ട്. ആ വലിയ മാരകമായ അസാംസ്കാരിക ഒഴുക്കിൻ്റെ മധ്യത്തിൽ നിന്ന് ഇസ്ലാമിക വിശ്വാസത്തെയും പ്രമാണത്തെയും ആദർശത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധൈര്യമായി അവരുടെ ഈമാൻ പ്രഖ്യാപിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ധൈര്യവും സബാത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മുസാബഖയുടെ സമാപന പരിപാടി അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക റസൂലിക മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഈ മഹാറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാശിയേറിയിട്ടുള്ള മത്സരമായിരുന്നു 30 ജുസിൻ്റെ ആൺകുട്ടികളുടെ ഫൈനൽ മത്സരം. അതേപോലെ തന്നെ നമ്മുടെ മഖാല അറബിയ ഇതിൻ്റെ ഫലപ്രഖ്യാപനം നടത്താൻ വേണ്ടി കോളേജിൻ്റെ ഡീൻ ബഹുമാന്യനായ പറപ്പൂർ ഉസ്താദിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹ റഈസ് വസാറത്തുൽ കിറാം വത്തുല്ലാം വൽഔസിയാ വൽഇഖ്വത്തു ഫില്ലാഹ് ബിഹംദില്ലാഹി വശുക്രിഹി وبكل غبطة وسرور أنا أعلن أمامكم نتيجة مسابقة المقالة في اللغة العربية ونتيجة مسابقة حفظ القرآن كاملا 30 جزءا. أولا في مسابقة إعداد المقالة العربية نال الجائزة الأولى الأخ حمدان عباس بن فقر الدين شمير من كلية البيان العربية بكندا دكشين كندا. والجائزة الثانية second prize الأخ عمر هارون بن فيصل ناداپورم من كلية جامعة الهند الإسلامية. والجائزة الثالثة third prize الأخت صفا سارة بنت رشيد تركريبور بمنطقة كنور طالبة جامعة الهند الإسلامية للبنات في بانكار. كذلك أعلن نتيجة مسابقة حفظ القرآن الكريم كاملا. الجائزة الأولى الأخ نسيم بن فاروق علي من تامل ناடு من كلية الحكمة معهد الحكمة بسيلم. والجائزة الثانية الأخ عبد المهيمن بن أحمد تلنگرة من منطقة كاسرغود من كلية نجاة القرآن أكاديمي
കാസർഗോഡ്. الجائزة الثالثة الأخ فؤاد سنين بن فردوس من بالشيري طالب جامعة الهند الإسلامية. وجزاكم الله خيرا ووفقنا وإياكم لسعادة الدارين وجعل هؤلاء الطلبة الكرام الناجحين أسوة حسنة لإخوانهم وإخوتهم وأخواتهم ولسائر طلاب هذه الجامعة وكليات وجامعات التي شاركوا في هذه المسابقة. അറബി ഉപന്യാസ രചനയിൽ ഹംദാൻ അബ്ബാസ് ബിൻ ഫക്രുദ്ദീൻ ഷമീർ, ദക്ഷിണ കന്നഡ, അൽബയാൻ അറബി കോളേജിലെ കുട്ടിയാണ് ഒന്നാമത്തെ സ്ഥാനം കരസ്ഥമാക്കിയത്. രണ്ടാം സ്ഥാനം ഉമർ ഹാറൂൻ ബിൻ ഫൈസൽ, നാദാപുരം ജാമിയത്തുൽ ഹിന്ദ് ഇസ്ലാമിയയിലെ വിദ്യാർത്ഥിയാണ്, ഇവിടുത്തെയുള്ള വിദ്യാർത്ഥിയാണ്. മൂന്നാം സ്ഥാനം സഫ സാറ ബിൻ റഷീദ്, തൃക്കരിപ്പൂരിലുള്ള ജാമിയത്തുൽ ഹിന്ദ് ബനാത്തിലെ വിദ്യാർത്ഥിയാണ്. ഹിഫ്ദുൽ ഖുർആൻ പൂർണ്ണമായും 30 ജുസിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ജാമിയ അൽ ഹിക്മ ഇൻസ്റ്റിറ്റ്യൂട്ട് സേലം, അവിടെയുള്ള വിദ്യാർത്ഥി നസീം ബിൻ ഫാറൂഖ് അലി, തമിഴ്നാട്. രണ്ടാം സ്ഥാനം അബ്ദുൽ മുഹൈമിൻ ബിൻ അഹമ്മദ്, തളങ്കര, കാസർഗോഡ്, നജാത്തുൽ ഖുർആൻ അക്കാദമിയിലുള്ള കുട്ടിയാണ്. മൂന്നാം സ്ഥാനം ഫുആദ് സനീൻ ബിൻ ഫിർദൌസ്, ബാലുശ്ശേരി, ജാമിയ അൽ ഹിന്ദിലുള്ള വിദ്യാർത്ഥിയാണ്. المهارة. ندعو فضيلة رئيس جامعة الهند الإسلامية حفظه الله ليتفضل مشكورا بتكريم الفائزين. أيها الحضور الكرام، نصل الآن إلى اللحظة المنتظرة، لحظة تكريم الفائزين والفائزات في مسابقة المهارة. ندعو فضيلة رئيس جامعة الهند الإسلامية حفظه الله ليتفضل مشكورا بتكريم الفائزين. مسابقة إعداد المقالة. المركز الأول، حصل على المركز الأول الطالب حمدان عباس بن فخر الدين شمير. يتفضل من كلية البيان العربية. المركز الثاني الطالب عمر هارون بن فيصل من جامعة الهند الإسلامية، حصل على جائزة مالية قدرها 5000 روبية. في المركز الثالث الطالبة صفا سارة بنت رشيد من جامعة الهند للبنات. يتفضل مدير جامعة الهند قسم البنات لاستلام الجائزة. الآن تكريم الأوائل في مسابقة حفظ المتون منظومة ألفية بن مالك. في المركز الأول الطالب خليفة بن عبد الرحمن من جامعة الهند الإسلامية، حصل على جائزة مالية قدرها 10,000 روبية.
المركز الثاني مصطفى بن محي الدين كويا من مدرسة ورثة العلماء، حصل على جائزة مالية قدرها 7,000 روبية. وفي المركز الثالث الطالب محمد سجاد بن سليمان من جامعة الهند الإسلامية، جائزة مالية قدرها 5,000 روبية. مسابقة حفظ 15 جزء قسم الذكور، المركز الأول الطالب مصعب بن أجاز من جامعة الحسنية، المركز الأول حصل على جائزة مالية قدرها 20,000 روبية. المركز الثاني الطالب محبير بن محمد علي من مدرسة المنار، حصل على جائزة قدرها 13,000 روبية. ما شاء الله. في المركز الثالث ابن فيصل شعبان من كلية دار الأرقم الهند، جائزة مالية قدرها 8,000 روبية. مسابقة حفظ القرآن كاملاً قسم الذكور، المركز الأول الطالب نسيم بن فاروق علي من ولاية تامل نادو من كلية الحكمة، حصل على جائزة مالية قدرها 50,000 روبية. المركز الثاني عبد المهيمن بن أحمد من كلية نجاة القرآن، حصل على المركز الثاني جائزة قيمتها 30,000 روبية. في المركز الثالث الطالب فؤاد سنين بن فردوس من جامعة الهند الإسلامية، جائزة مالية قدرها 20,000 روبية. ഇനി ഇൻഷാല്ലാ നമ്മുടെ ജഡ്ജിമാർക്കുള്ള തക്രീമാണ്. ഇൻഷാല്ലാ ഉസ്താദ് മുഹമ്മദ് ത്വയ്യിബ് ബാഖവി അൽ ഖാസിമി, മുഹമ്മദ് ത്വയ്യിബ് ബാഖവി അൽ ഖാസിം طيب الباقوي القاسمي. ثانيا الشيخ أستاذ محمد تقي الدين مدرس سكول اوف قرآن ريزيدنشال كامبس منجيري. التالي الشيخ
أستاذ زكريا نوح المديني. زكريا نوح المديني مدير أكاديمية التحسين. جزاك الله. التالي الشيخ أستاذ عبد الله سمير المديني. عبد الله سمير المديني خريج جامعة المدينة المنورة من قسم القراءات. الشيخ أستاذ أجمل بن بشير الحكمي مدير تحفيظ القرآن جامعة الهند الإسلامية. التالي الشيخ محمد الشعيب ومدرس في حلقات جامعة الإسلامية في تحفيظ القرآن. غايب؟ طيب شيء موجود؟ شلون؟ طيب. والتالي وهو منسكنا ومنسك والمهارة ومدير كل، ما شاء الله بارك الله فيه، جزاه الله خير الجزاء. في نفس الوقت مدير العلاقات الخارجية وأمير التحكيم. الحمد لله. സഹൽ സാക്കിർ അൽ മദീനി. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീ. ഈ പ്രൗഢമായ ചടങ്ങിന് അഭിസംബോധന നടത്തി സംസാരിക്കുന്നതിന് വേണ്ടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബിനെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുത്ത പ്രതിഭകളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ സന്തോഷിക്കുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു വന്നത്. ഇന്നതിൻ്റെ പൂർത്തീകരണമാണ് വളരെ സന്തോഷപൂർവ്വം ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. ആദ്യമായി ഇവിടെ സമ്മാനം വാങ്ങിയ എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇവരെ മാത്രമല്ല, ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത, ഇതിൻ്റെ ഒന്നാമത്തെ റൗണ്ടിലും രണ്ടാമത്തെ റൗണ്ടിലുമൊക്കെ ഓൺലൈനിലും മറ്റുമൊക്കെയായി പങ്കെടുത്ത ധാരാളം വിദ്യാർത്ഥികളുണ്ട്, ധാരാളം സ്ഥാപനങ്ങളിലെ. അവരൊക്കെ ഇത് വീക്ഷിക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിൽ ഏറ്റവും മുന്നിൽ വന്ന ആളുകൾ ചില്ലറക്കാരല്ല. ഇവിടെ ഓരോരുത്തരും അതിൻ്റെ ആദരം ഏറ്റുവാങ്ങുകയുണ്ടായി. കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് അവർ കൊയ്തെടുത്തിരിക്കുന്നത്. അതെല്ലാവർക്കും ഒരു മാതൃക കൂടിയാണ്. അൽഹംദുലില്ലാ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും ജാമിയ അൽ ഹിന്ദും ഇതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വളരെ മാതൃകാപരമായി അൽ മഹാറ മത്സരങ്ങൾ സംഘടിപ്പിക്കുവാനുള്ള ഒരവസരം ഈ സ്ഥാപനത്തിന് ലഭിച്ചു എന്നത് തന്നെ ഇതിൻ്റെ കെട്ടും മട്ടും ഇതിൻ്റെ ഒരു സംഘാടനത്തിൻ്റെ മികവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും സൗദി എംബസി ഈ സ്ഥാപനത്തെ ഇത് നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യവും അത് വളരെ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ സംഘാടകർക്ക്, അധ്യാപകർക്ക്, ഭാരവാഹികൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. എത്രയോ നാളത്തെ കഠിനാധ്വാനമാണ് ഇങ്ങനെയുള്ള ഒരു നല്ല പര്യവസാനത്തിലേക്ക് ഇത് എത്തിച്ചത്.
ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കി എന്ന് മാത്രമല്ല, അത് ഏറ്റവും ഭംഗിയായി സ്ഫുടതയോടുകൂടി ഇവിടെ മത്സരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും സമ്മാനം വാങ്ങാനും സാധിച്ചു. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇതുപോലെ നാളെ പരലോകത്ത് സ്വർഗമാകുന്ന സമ്മാനം വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് അവർക്ക് ലഭിക്കേണ്ടത് ഇവിടെയുള്ള ആദരങ്ങൾക്കപ്പുറം നാളെ പരലോകത്ത് സ്വർഗമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. അതായിരിക്കണം ഈ വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമായി നമ്മൾ സ്വപ്നം കാണേണ്ടത്. ഖുർആനിനോടുള്ള ആദരവ് നമുക്ക് 4 ഭാഗമാക്കി പറയാൻ സാധിക്കും. അതിലൊന്നാമത്തേത്, അത് മനസ്സറിഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രതിഫലം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഓരോ ഹർഫിനും ലഭിക്കുന്ന കൂലി മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് അത് പാരായണം ചെയ്യുക എന്നത് തന്നെയാണ്. അത് എത്രത്തോളം പാരായണം ചെയ്യുന്നുവോ അത്രയും നമുക്ക് പ്രതിഫലാർഹമാണ്. മറ്റൊന്ന്, അത് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാൻ നമുക്ക് സാധ്യമാവുക. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം അത് എത്രത്തോളം പഠിക്കുന്നുവോ അതിനനുസരിച്ചൊരായുസ് മുഴുവൻ പഠിച്ചാലും തീരാത്ത രീതിയിൽ കടൽ കണ്ടതുപോലെയാണ് വിശുദ്ധ ഖുർആൻ. അതിലേറെയാണ്. കടൽ കാണുക എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ കാണുന്നവരുണ്ട്, അതിൻ്റെ തീരത്ത് പോയി കാണുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ കടലിലൂടെ സഞ്ചരിച്ച് കടൽ കാണുന്നവരുണ്ട്, കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയി കടലിനെ കാണുന്നവരുണ്ട്. അവർക്കൊക്കെ വ്യത്യസ്തമായ കാഴ്ചകളാണ് കടലിനെ കുറിച്ചുണ്ടാവുക, അനുഭവങ്ങളാണ് ഉണ്ടാവുക. അതേപോലെ ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് പോയവർക്കുള്ള ഒരു ഉൾക്കാഴ്ചയല്ല അതിനെ ദൂരെ നിന്ന് വീക്ഷിച്ചവർക്കുണ്ടാവുക. അതുകൊണ്ട് നിങ്ങളത് ആഴത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ, പ്രത്യേകിച്ച് ഹിഫ്ള് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ പഠനം വളരെ എളുപ്പമായിരിക്കും. അത് നിങ്ങൾ അതിലേക്ക് കൂടി പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, അത് പഠിക്കുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മളെ ജീവിതത്തിൽ അത് പകർത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എങ്കിലേ നാളെ പരലോകത്ത് ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. നാലാമത്തതായി, ഈ വിശുദ്ധ ഖുർആൻ എത്തിയിട്ടില്ലാത്ത, ഇതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒട്ടനവധി ആളുകൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാകാം, നമ്മുടെ അയൽപ്പക്കത്തുണ്ടാകാം, സ്വദേശത്തുണ്ടാകാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലുണ്ടാകാം. അവരിലേക്കെല്ലാം ഈ വിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥത്തിലുള്ള ആശയാദർശങ്ങളെ എത്തിക്കുക എന്നതുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഇസ്ലാമിക പ്രബോധനം. കാരണം പ്രവാചകന്മാർ ഇനി വരാനില്ല. ഇത് മനസ്സിലാക്കിയ പഠിച്ച നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതിനി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത്. അതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ വിശ്വാസ ആചാരങ്ങൾ കൃത്യമായി പഠിച്ചറിയുകയും വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട് പിഴച്ചു പോകുന്ന ഒരു ദുരവസ്ഥ, ഒരു ദുർഗതി ഒരു കാരണവശാലും നമുക്ക് ഉണ്ടായിക്കൂടാ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് കേൾക്കുന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും എല്ലാവരും ഈ വിശുദ്ധ ഖുർആൻ സച്ചരിതരായ സലഫു സ്വാലിഹികൾ എങ്ങനെയാണോ സ്വീകരിച്ചത്, ആചരിച്ചത്, ആ സലഫുകളുടെ മാർഗത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ആചരിക്കുവാനും കഴിയുമ്പോഴാണ് നാളെ പരലോകത്തുന്നതമായ സ്വർഗം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ പാരായണവും പഠനവും അതിൻ്റെ പ്രയോഗവും അതിൻ്റെ പ്രബോധനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചാലകശക്തിയായി വർത്തിക്കണം. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഇന്ന് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോയി ഇനി നമസ്കരിക്കുന്നത് പോലും കുറ്റമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ കയ്യിൽ വെച്ചുകൊണ്ട് സഞ്ചരിച്ചാൽ അതെന്തോ ഒരു കുഴപ്പമാണ് എന്ന നരേറ്റീവിലേക്കാണ് ഇന്ന് നമ്മുടെ നാട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയങ്ങൾ ഇന്ത്യയിലെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ പ്രബോധനം അത് പ്രചരിപ്പിക്കുക എന്നത് എന്തോ ഒരു കുറ്റകൃത്യമാണ്, അതെന്തോ ഒരു കുഴപ്പമാണ് എന്ന ഒരു പൊതുബോധം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ആ പൊതുബോധത്തെ തല്ലി ഒതുക്കുക എന്നത്, അതിനെ ഇല്ലാതെയാക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആശയം കൊണ്ട് കൃത്യമായി നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഉൾക്കാഴ്ച കൂടി നിങ്ങൾ നേടിയെടുക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഇവിടെ ജഡ്ജസിനും തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വലിയ പ്രയാസങ്ങളില്ലാതെ ഇത് പൂർത്തീകരിച്ച ആ ജഡ്ജസിനെയും ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഭിസംബോധന നടത്തുന്നതിന് വേണ്ടി ജാമ്യയുടെ ഡയറക്ടർ ഫൈസൽ മൗലവി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്
കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഇന്നലെയും ഇന്നുമൊക്കെ പല ഘട്ടങ്ങളിലായി ചെറിയ ചെറിയ സംസാരങ്ങൾ നടത്തി. അൽഹംദുലില്ലാ ഈ ഒരു മത്സരം ഏറ്റവും ഭംഗിയായി തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. ഒരു ഹർഫ് പോലും തെറ്റാതെ, മഖ്റജ് പോലും പിഴക്കാതെ, ഒരു അക്ഷരത്തിൻ്റെ സിഫത്ത് പോലും തെറ്റിപ്പോകാതെ ഖുർആൻ ഓതാൻ ശ്രമിച്ച മഹാഭാഗ്യവാന്മാരാണ് ഇവിടെ മാറ്റുരച്ച മുഴുവൻ ഹാഫിദുമാരും. റബ്ബ് സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ്റെ കേവല പാരായണമോ ഹർഫുകളുടെ പഠനമോ അല്ല ഖുർആൻ പഠനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്നത്. ഇമാം ആജുരി റഹിമഹുല്ല 1000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ആദാബു ഹമലത്തിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തെ അദ്ദേഹം പറഞ്ഞു, ചില ആളുകൾ വിശുദ്ധ ഖുർആൻ്റെ മുഴുവൻ അക്ഷരങ്ങളും കൃത്യമായി വടിവൊപ്പിച്ച് തെറ്റാതെ അവർ ഹൃദിസ്ഥമാക്കുകയും പഠിക്കുകയും ചെയ്യും. എന്നവർ പറയും, ഞാൻ ഖുർആൻ പൂർണ്ണമായും ഹിഫ്ലാക്കി കഴിഞ്ഞു, അത് പഠിച്ചു കഴിഞ്ഞു, ഒന്നും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അതിൽ ആശയം പഠിക്കുകയും അമൽ ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ അത് മുഴുവനായും അവൻ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തിയവനാകുന്നു എന്ന മുൻഗാമികളുടെ ഉപദേശം അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട്. ഖുർആൻ ഹിഫ്ലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും എന്നോടുമൊക്കെ സൂചിപ്പിക്കാനുള്ളത്, ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം അതിൽ ആശയ പഠനമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഓതുകയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നെ ആ ഓത്തിന് പ്രസക്തിയില്ല. വിശുദ്ധ ഖുർആൻ്റെ ഏതു ഭാഗത്ത് നിന്ന് ചോദിച്ചാലും കൃത്യമായി ഓതാൻ കഴിയുകയും ഒരായത്ത് പോലും ജീവിതത്തിൽ അർത്ഥമറിഞ്ഞ് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുമില്ലെങ്കിൽ പിന്നെ ആ പഠനത്തിന് കാര്യമായി പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അതിനാൽ നിങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കാൻ തയ്യാറാകണം. അതിന് ആശയം പഠിക്കണം, തഫ്സീറുകൾ പഠിക്കണം. വിശുദ്ധ ഖുർആൻ ഏതൊരു ആശയമാണോ മാനവരാശിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്, ആ ആശയത്തെ അടുത്തറിഞ്ഞ് തൗഹീദിൻ്റെ, ഇത്തിബാഇൻ്റെ, തർബിയത്തിൻ്റെ, തസ്കിയത്തിൻ്റെ എല്ലാം വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കണം. പടച്ച റബ്ബ് എല്ലാ അർത്ഥത്തിലും നമുക്കെല്ലാം ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ജാമിഅൽ ഹിന്ദ് അൽ ഇസ്ലാമിയ കുല്ലിയത്തുൽ ഹദീസ് പ്രിൻസിപ്പൽ ബഹുമാന്യനായ മാലിക് സലഫിയെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വൈകിയ സമയത്ത് ദീർഘമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല. 2-3 ദിവസമായി വിശുദ്ധ ഖുർആനിൻ്റെ വളരെ മനോഹരമായ പാരായണത്തിൻ്റെ ശബ്ദങ്ങൾ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതോടൊപ്പം തന്നെ അത് വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ കഴിയുക എന്നതും ഒരു വലിയ കഴിവാണ്. അങ്ങനെയുള്ള ആളുകൾ ഈ ഉമ്മത്തിൻ്റെ ഇസ്സത്തായി, അഭിമാനമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്നൊരു സ്വഹീഹായ ഹദീസ് മാത്രം ഈ വിഷയത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നൊരു ഹദീസാണ്. അബ്തഅതു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ ബഅദൽ ഇശാ. ഇശാ നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞാൻ വീട്ടിലെത്താൻ കുറച്ച് വൈകിപ്പോയി. നമസ്കാരം കഴിഞ്ഞു. അങ്ങനെ സുമ്മ ജിഅ്തു, പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന കുന്തി, നീ എവിടെയായിരുന്നു? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്തു അസ്തമിഉ ഖിറാഅത റജുലിൻ മിൻ അസ്ഹാബിക ലം അസ്മഅ മിസ്ല ഖിറാഅതിഹി വസൗതിഹി മിൻ അഹദ്. ഞാൻ ഇത്ര നേരം വൈകാൻ കാരണം ഞാൻ നിങ്ങളുടെ അസ്ഹാബിൽപ്പെട്ട ഒരു സഹാബിയുടെ ഖുർആൻ പാരായണം ശ്രദ്ധിക്കുകയായിരുന്നു.
ഇത്ര മനോഹരമായി ഒരാളും ഖുർആൻ ഓതുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേട്ടതുകൊണ്ടാണ് ഞാൻ നേരം വൈകി വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഫഖാമ വഖുംതു മഅഹു ഹത്ത ഇസ്തമഅ ലഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. അപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അങ്ങനെ ആ സഹാബിയുടെ ശുദ്ധ ഖുർആൻ്റെ മനോഹരമായ ഖിറാഅത്ത് ഞാൻ കേട്ടു. സുമ്മ ഇൽതഫത ഇലയ്യ, എന്നിട്ട് എന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ സാലിം മൗല അബി ഹുദൈഫ. ഇത് അബൂ ഹുദൈഫയുടെ മൗലയായ സാലിമാണ് ഈ ഖുർആൻ ഓതുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫി ഉമ്മത്തി മിസ്ല ഹാദാ. ഇതുപോലെ മനോഹരമായ ഖുർആൻ ഓതുന്ന ആളുകളെ എൻ്റെ ഉമ്മത്തിൽ നിശ്ചയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു സർവസ്തുതികളും. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആളുകളിൽ ഉൾപ്പെടുക എന്നുള്ളത് മഹാസൗഭാഗ്യമായിട്ടാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള സൗഭാഗ്യവന്മാരാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളും. ഒരു മത്സരമാകുമ്പോൾ എല്ലാവർക്കും ഒന്നാം സ്ഥാനം ലഭിക്കണമെന്നില്ല. എന്നാലും വളരെ നന്നായി ഏറ്റവും നല്ല ശബ്ദത്തോടുകൂടി വിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത്, അതിന് കഴിയുക എന്നുള്ളത്, അത്തരം ആളുകൾ ഈ ഉമ്മത്തിൻ്റെ അഭിമാനമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഏതായിരുന്നാലും ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. കാരണം ഒരു മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ എത്രയോ തവണ അവർ വിശുദ്ധ ഖുർആൻ്റെ ഓരോ ഹർഫുകളിലൂടെയും കണ്ണോടിച്ച് വീണ്ടും 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 അവർ പാരായണം ചെയ്തിരിക്കണം. ഏതായിരുന്നാലും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് PP നസീഫ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിതന്മാർ, അൽ മഹാറ 4ാമത് എഡിഷൻ പടച്ചറപ്പിൻ്റെ അപാരമായ തൗഫീഖോടുകൂടി ഭംഗിയായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഒരുപാട് മത്സരാർത്ഥികൾ മാറ്റുരക്കുകയും പല ആളുകളും ഫ്രാക്ഷൻ ഓഫ് പോയിൻറ്റിൻ്റെ പിൻബലത്തിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ നഷ്ടപ്പെടുമ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും, പങ്കെടുക്കാൻ ആഗ്രഹിച്ചവർക്കും എല്ലാവർക്കും പടച്ചറപ്പിൻ്റെ അടുത്ത് നിന്ന് അളവറ്റ പ്രതിഫലമുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. വിജയിച്ചവർക്കും പങ്കെടുത്തവർക്കും എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്ത് ഏതൊരു വ്യക്തിയെക്കാളും അല്ലെങ്കിൽ പ്രസ്ഥാനത്തെക്കാളും അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ഉന്നതിയിലാണ് പടച്ചറപ്പിൻ്റെ ഖുർആൻ അറിയുന്ന, ഇത്ര ഭംഗിയായി അറബി ഭാഷ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് ആരെക്കാളും തല ഉയർത്തി നിൽക്കുന്ന വിദ്യാർത്ഥികൾ ജീവിതാവസാനം വരെ ഈ രംഗത്ത് സജീവമായി തുടരണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് ഈ ഒരു സമയത്ത് മുന്നോട്ട് വെക്കാനുള്ളത്. ജീവിതത്തിൻ്റെ നാൾവഴികൾക്കിടയിൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇതൊക്കെ ഉപേക്ഷിച്ച് മറ്റു മാർഗങ്ങളിൽ പോകുന്ന സാഹചര്യങ്ങൾ കണ്ടുവരാറുണ്ട്. സ്വാഭാവികമായും ആ ഒരു ഭയം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. മരണം വരെ അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസും ജനങ്ങൾക്ക് എല്ലാവർക്കും എത്തിക്കാനുള്ള ദൗത്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥി പ്രായമാണ്, ഇനി അത് കഴിഞ്ഞ് യുവത്വം, പിന്നെ അത് കഴിഞ്ഞ് പല ഘട്ടങ്ങളുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ ചെറുപ്പത്തിൽ നമുക്ക് ലഭിച്ച ഈ ഒരു അറിവും ഈ ഒരു മാധുര്യവും ഈ ഒരു കഴിവും സമൂഹത്തിന് ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ അത് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഏത് ഭാഷയേക്കാളും അതിമനോഹരമായി പഠിച്ചാലും വീണ്ടും വീണ്ടും മോഡിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാഷാ മാധുര്യം നമ്മളൊക്കെ അതിൻ്റെ വക്കത്ത് നിൽക്കുന്ന ആളുകൾ നിലക്ക് നോക്കി കാണാറുണ്ട്. തരത്തിൽ വലിയ സൗഭാഗ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് ജീവിതാവസാനം വരെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി അഷ്റഫ് സാഹിബ് പറഞ്ഞതുപോലെ കാലഘട്ടങ്ങൾ പലതും മാറി വന്നാലും എത്ര വെല്ലുവിളി ഉണ്ടായിരുന്നാലും നമ്മൾ പഠിച്ച ഖുർആനും അതനുസരിച്ച് ദഅവാ പ്രവർത്തനങ്ങളും ഗംഭീരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി
ഈ ചടങ്ങിൽ ഈ മത്സരത്തിൽ പങ്കെടുത്തവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം സംഘാടകർ വളരെ ഭംഗിയായി മൈക്രോ പ്ലാനിങ്ങോടുകൂടി ഓരോ പ്രോഗ്രാമുകൾ മികവുറ്റതാക്കി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ്. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഷമീൽ. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഷമീൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ വേദിയിലുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും ജാമിഅയുടെയും ഒക്കെ നേതൃത്വത്തിലിരിക്കുന്ന പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് 4ാമത് അൽ മഹാറ വളരെ പ്രൗഢമായി തന്നെ ഈ ഒരു കൂട്ടായ്മക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നതിൽ നമ്മൾ ആവർത്തിച്ച് റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ എല്ലാവരും അഭിനന്ദിച്ചതുപോലെ തന്നെ വമ്പിച്ച വിജയം നേടിയ, നേരത്തെ ഇവിടെ ജഡ്ജസൊക്കെ പറയുന്നത് കേട്ടു, വളരെ ചെറിയ മാർജിനിൽ അത്രയും വാശിയേറിയ മത്സരത്തിൽ നിന്നും ഇത്ര വമ്പിച്ച വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും പ്രത്യേകം അഭിനന്ദിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ ഒരു ഘട്ടത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അതേപോലെ തന്നെ പങ്കെടുത്തു, മത്സരത്തിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും അതിനുവേണ്ടി സന്നദ്ധരായി, അതിനുവേണ്ടി ഒരുപാട് പഠിച്ച് ഈ ഒരു ക്യാമ്പസിലേക്ക് എത്തിച്ചേർന്ന മറ്റുള്ളവരെയും ഒക്കെ അഭിനന്ദിക്കാനും അവർക്ക് പ്രാർത്ഥനകൾ നേരാനും ഈ ഒരു സന്ദർഭത്തെ വിനിയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി ജഡ്ജ് ചെയ്ത വളരെ പ്രഗത്ഭരായ ജഡ്ജസ്, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ കഴിഞ്ഞ ഒരുപാട് ദിനരാത്രങ്ങൾ ഇതിനുവേണ്ടി മാറ്റിവെച്ച് ഇത്ര മനോഹരമായി അൽമഹാറയെ ഗംഭീരമാക്കിയ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരുപാട് സംഘാടകർ, അവർക്കെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ സ്വാഗത സംസാരത്തിൽ ഡോക്ടർ ഷുറൈസ് സലഫി പറഞ്ഞതുപോലെ തന്നെ ഇത്തരമൊരു വലിയ ഇവൻ്റ് നമ്മുടെ ജാമിഅയിൽ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് കാഴ്ചപ്പാടുകളും പുതിയ ചിന്തകളുമൊക്കെ ഈ ജാമിഅയുടെ ഉന്നമനത്തിനു വേണ്ടി നമുക്ക് പല നിലക്കും സഹായകമാകും. ആ അർത്ഥത്തിൽ തീർച്ചയായും നമുക്ക് ഈ ഒരു അൽമഹാറയിൽ നിന്ന് ഈ ഒരു ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ വലിയ ഉന്നതിയിലേക്കുള്ള കുതിപ്പുകൾക്ക് ഇതൊരു കാരണമാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു വിദ്യാർത്ഥികൾ, ഇവിടെയുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കാത്ത ഈ ജാമിഅയിലെ മറ്റു കുട്ടികൾ, അതുപോലെ മറ്റു ക്യാമ്പസിൽ നിന്നൊക്കെ വന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾക്കിത് വലിയൊരു പ്രചോദനമായി മാറണം. ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഇത്ര നല്ല നിലക്ക് മാറ്റുരക്കാനുമെല്ലാം നമ്മുടെ കഴിവുകളെ, നമ്മുടെ അറിവിനെ കൂടുതൽ വികസിപ്പിക്കാനുള്ള ഒരു പ്രചോദനമായി ഈ ഒരു വേദിയെ മറ്റുള്ള കുട്ടികളും ഉൾക്കൊള്ളണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പ്രൗഢമായ പ്രോഗ്രാമിന് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി അൽമഹാറ അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ സഫീർ അൽ ഹിക്കമിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം അൽമഹാറയുടെ 4ാമത് എഡിഷൻ അത് ഏറ്റവും മനോഹരമായി പരിസമാപ്തി കുറിക്കുവാൻ നമുക്ക് സാധ്യമായിരിക്കുകയാണ്. ഈ ഒരു വൈകിയ വേളയിൽ ദീർഘിച്ചൊന്നും സംസാരിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഇതിനെ ബന്ധപ്പെട്ട ആളുകൾക്ക് കൃതജ്ഞത അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഈയൊരു പ്രോഗ്രാം 4ാം തവണയും നമുക്ക് തന്നെ ജാമിഅത്തുൽ ഇസ്ലാമിയയ്ക്ക് തന്നെ നടത്തിപ്പിന് വേണ്ടി നൽകിയ സൗദി അറേബ്യയുടെ മതകാര്യ വകുപ്പ്, അതേപോലെ തന്നെ ന്യൂഡൽഹിയിലെ അവരുടെ എംബസി, അവർക്ക് അഗൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അവലൻ നഷ്കുറു വസാറത്ത് ശുഉൽ ഇസ്ലാമിയ വദഅവതി വൽ ഇർഷാദ് ബിൽ മംലക്കത്തി അസ്സഊദി അൽ അറബിയത്തി സഊദിയ ثم الملحقيدينية بسفارة خادم الحرمين الشريفين بنيودلهي لتعاونه هذه الحفلة المباركة. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ സംഗമിച്ച നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഈ സമാപന സംഗമത്തിൽ ഇതിന് സ്വാഗതം മോദിയ സലാഹുദ്ദീൻ അലി കമി, അതേപോലെ ഇതിനെ അധ്യക്ഷത വഹിച്ച അൽമഹാറയുടെ ജനറൽ കൺവീനർ
ബഹുമാനനായ ഉസ്താദ് ഡോക്ടർ ഷുറൈ സലഫി. ആദ്യമായി അവർക്ക് നന്ദി അർപ്പിക്കുകയാണ്. ഏറ്റവും ഈ ഒരു അൽമഹാറയുടെ എല്ലാമായി ഇതിൻ്റെ ഒരു ബാക്ക് ബോണായി ഏറ്റവും പ്രധാനമായ ഇതിൻ്റെ ഒരു തലയായി പ്രവർത്തിച്ചത് ബഹുമാനനായ ഉസ്താദ് ഷുറൈ സലഫി അവർകളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാർഡ് വർക്ക്, അദ്ദേഹത്തിന് ഇതിനു വേണ്ടിയുള്ള സമർപ്പണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂലാക്കട്ടെ എന്ന് ഈ സന്ദർഭം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം അദ്ദേഹത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സംഗമത്തിന് ഉദ്ഘാടനകരം നിർവഹിച്ച ബഹുമാനനായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി.എൻ. അബ്ദുൽ ലത്തീഫ് മദനി, ഈ പരിപാടിയിൽ സംഗമിച്ച വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫ്, ജാമിഅത്തുൽ ഇസ്ലാമിയയുടെ ഡയറക്ടർ ഫൈസൽ മൗലവി, ജാമിയയുടെ തന്നെ റക്ടർ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഉസ്താദ്, ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ കുല്ലിയത്തു ഹദീസിൻ്റെ പ്രിൻസിപ്പൽ അബ്ദുൽ മാലിക് സലഫി, അതോടൊപ്പം തന്നെ ഈ ഒരു സമാപന സംഗമത്തിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി നസീഫ്, വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷമീൽ എന്നിവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയായി ഇതിൻ്റെ അവസാനം വരെ നടത്താൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. ഇതിൻ്റെ തുടക്കം മുതൽ ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടന്ന് ഇതിൽ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്നത് മുതൽ ഇവിടെയുള്ള സൗകര്യം ഒരുക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യത്തിലും ഓടി നടന്ന് പണിയെടുത്ത ഇതിൻ്റെ വളണ്ടിയർമാർ, ജാമിയയിലെയും അതിൻ്റെ വനിതാ ക്യാമ്പസിലെയും മക്കൾ, അവർക്ക് പ്രത്യേകം ഈ സന്ദർഭത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ വിജയം യഥാർത്ഥത്തിൽ വളണ്ടിയർമാരുടെ ഏറ്റവും മഹത്തായ അവരുടെ പ്രവർത്തനം തന്നെയാണ് എന്നൊരിക്കലും മറക്കാൻ കഴിയില്ല. അതോടൊപ്പം ഇവിടെ ഈ ഒരു സരസിനെ ഇത്രയും ഭംഗിയാക്കിയ ഇതിൻ്റെ സ്റ്റേജ്, ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം, ഇതിൻ്റെ മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയ ഇതിൻ്റെ IT ടീം, വിസ്ഡം മീഡിയ സ്കൂളിൻ്റെ പ്രവർത്തകർ, അവർക്കും ഈ സന്ദർഭത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഏറ്റവും ഭംഗിയായി ഇതിനെ ജഡ്ജ് ചെയ്ത ഇതിൻ്റെ വിധികർത്താക്കൾ, അവരാണ് യഥാർത്ഥത്തിൽ ഇതിന് ഏറ്റവും അധ്വാനിച്ച ആളുകൾ. ഈ മത്സരത്തിന് ഇവിടെ വന്ന് അവതരിപ്പിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ വിയർത്തത് യഥാർത്ഥത്തിൽ ജഡ്ജസ് ആയിരുന്നു. അതിസൂക്ഷ്മമായ പാരായണത്തെ വിലയിരുത്തുന്നതിൽ ആ ജഡ്ജസിൻ്റെ പ്രവർത്തനം ഒരിക്കലും വില കുറച്ച് കാണാൻ കഴിയാത്തതാണ്. എല്ലാ മത്സരങ്ങൾക്കും വിശുദ്ധ ഖുർആൻ പാരായണത്തിനും അതേപോലെ ഹിഫ്ളുൽ മുത്തൂൻ, ക്വിസ്, അതേപോലെ തന്നെ മക്കാല തുടങ്ങിയ എല്ലാ മത്സരങ്ങൾക്കും വിധി നിർണയിച്ച വിധികർത്താക്കൾ ഈ സന്ദർഭത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിച്ച കേരളത്തിൻ്റെയും കേരളത്തിൻ്റെ പുറത്തുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് ഏറ്റവും മനോഹരമായി അവരുടെ കഴിവുകൾ അവതരിപ്പിച്ച ഇതിൻ്റെ മത്സരാർത്ഥികൾ, അവരാണ് യഥാർത്ഥത്തിൽ അൽമഹാറയുടെ ഏറ്റവും ഐക്കണായ ആളുകൾ. അവർക്കും ഈ സന്ദർഭത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. അവർക്ക് വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതാക്കൾ, നമ്മുടെ ഈ കൂട്ടായ്മയുടെ എല്ലാത്തിനും മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കൾക്കും അതേപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്ക്, ജാമിയയുടെ കുടുംബം, ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജാമിയയിലെ അധ്യാപകരും അനധ്യാപകരുമായ മുഴുവൻ ആളുകളും ഒരേ തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കും നമ്മുടെ ഉസ്താദുമാർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മത്സരാർത്ഥികളെ ഒരുക്കിയ അവരുടെ ഉസ്താദുമാർ, അവരുടെ രക്ഷിതാക്കൾ തുടങ്ങിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു സംഗമം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സംഗമം ഇവിടെ അവസാനിച്ചതായി അധ്യക്ഷൻ്റെ അനുമതിയോട് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.